കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ പള്ളിപ്പെരുന്നാൾ ഒരുങ്ങിയിട്ടുണ്ട് വന്നു കഴിഞ്ഞ് ഞാൻ വീഡിയോ ഇടാമെന്ന്. അപ്പം നമ്മുടെ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ഏഷ്യയിലെ ആദ്യത്തെ പള്ളിയായിട്ടുള്ള ലിറ്റിൽ ഫ്ലവർ ചർച്ച് പൊറ്റക്കുഴി പള്ളിയാണ് കേട്ടോ. ഇത് കലൂരാണ് വരുന്നത്. 99ാമത്തെ പെരുന്നാളാണ് ഇത്. ഞാൻ ഒക്ടോബർ 4 ശനിയാഴ്ച എടുത്ത വീഡിയോ ആട്ടോ ഇന്നിപ്പോൾ ചൊവ്വാഴ്ച അപ്ലോഡ് ചെയ്യുന്ന 2 വീഡിയോ ആയിട്ടാണ്. ഞാൻ വൈകിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പ്രദക്ഷിണത്തിനൊക്കെ പോയി എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് എൻ്റെ ഹസ്ബൻഡാണ്. പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അമ്മ കുടുംബയൂണിറ്റിൻ്റെ കൊടിയൊക്കെ പിടിച്ച് പിങ്ക് സാരിയൊക്കെ എടുത്ത് ചിരിച്ചുകൊണ്ട് വരുന്നുണ്ടോ. ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു പള്ളിപ്പെരുന്നാളിൽ എനിക്ക് മുത്തുക്കുട പിടിച്ച് വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സന്തോഷത്തോടുകൂടി കേട്ടോ ഈ ഒരു പള്ളിപ്പെരുന്നാളിൽ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഈ ഒരു കുഞ്ഞു ബിസിനസ്സിനെ ഇത്രയൊക്കെ വലുതാക്കിയത്, നമ്മുടെ വണ്ണം കുറയാനുള്ള ഡയറ്റ് മിക്സിൻ്റെ ബിസിനസ്സിനെയൊക്കെ ഇത്രയൊക്കെ വലുതാക്കിയതിൽ ദൈവത്തിന് ഒരു പങ്കാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഒരുപാട് സന്തോഷത്തോടെ കേട്ടോ നിൽക്കുന്നത്. ഞാനും പ്രിയയും ഒരു അമ്മ പറ്റളിയന്മാരെ പോലെ ഒരേപോലത്തെ ചുരിദാറൊക്കെ. ഇത് ചുരിദാർ നമ്മുടെ ഇഷാനിന്നാണ്. അതേപോലെ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് മാനിയ ഡിസൈൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ വെടിക്കെട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്ന സമയത്ത് ഞാനിങ്ങനെ ഓർക്കും കേട്ടോ, ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ എനിക്കൊരു കുഞ്ഞു വിഷമം വന്ന സമയത്ത് ഞാൻ ഈ പള്ളിയിൽ വന്നെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഒരു 11 മണി സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും അങ്ങനെ ഞാൻ കണ്ടില്ലായിരുന്നേ. പക്ഷേ ആ സമയത്ത് എന്നെ ആരോ വന്ന് ആശ്വസിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. അതാണ് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. അന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇത്രയും സന്തോഷവതിയായിട്ട് ഞാൻ ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ദൈവം അതുപോലെ നമ്മളെ അനുഗ്രഹിക്കുന്നത്. നമ്മളതുപോലെ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഉറപ്പായിട്ടും അനുഗ്രഹിക്കും കേട്ടോ. അപ്പം അപ്പം അവിടെ നിന്നിട്ട് പെരുന്നാൾ വെടിക്കെട്ടൊക്കെ ആസ്വദിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ കടകളും കാര്യങ്ങളൊക്കെ അതായത് ഞായറാഴ്ച എന്തൊക്കെ മേടിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ പോന്നു. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമായി. പുണ്യാളത്തോട് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി.